ശ്രീ പി ജെ വിൻസെൻറ്റിലേക്ക് വരികയാണ്. വിൻസെൻ്റ്, ഇത് പറയുമ്പോഴും വളരെ കൃത്യമായൊരു മെസ്സേജ് പാകിസ്ഥാന് പാലിക്കേണ്ടതായിട്ടുള്ള, അനുസരിക്കേണ്ടതായ വിധത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ആ വഴിക്ക് അവർ പോകുമോ? അതോ ഇപ്പോൾ നമുക്കറിയാം അവരുടെ സൈനിക മേധാവിയായിരിക്കുന്നയാൾ അസീം മുനീർ എന്ന് പറയുന്നത് അവരുടെ ISIയുടെ പഴയ മേധാവിയാണ്. സൈന്യത്തിൻ്റെ ഒരു വലിയ സ്വാധീനം അറിയാം. ഭീകര സംഘടനകൾക്കും ISIക്കുമൊക്കെ നല്ല സ്വാധീനമുള്ള പട്ടാളമാണ് അവിടെ. പാക് പട്ടാളമാണ് അതിനകത്ത്, ആ രാജ്യത്തിനകത്ത് എല്ലാ തീരുമാനങ്ങളിലേക്കും പോകുന്നത്. അങ്ങനെ തന്നെ ഇപ്പോൾ ആ നിലയ്ക്ക് തിരിച്ചടിക്കുക എന്ന നിലയിലേക്ക് പോയാൽ അത് ഒരു തരത്തിലും സുഖകരമായൊരു കാര്യമല്ല. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിൽ നിന്നൊരു യുദ്ധത്തിലേക്ക് എന്ന മട്ടിലേക്ക് പോകും. അത് ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പരിഹാരക്രിയ തന്നെ ആകില്ല. കാരണം അത് എത്രമാത്രം കാഷ്വാലിറ്റികൾ, എങ്ങനെയൊക്കെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നതൊക്കെ പ്രവചനാതീതമായി നിൽക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. സത്യത്തിൽ അത് ആ നിലയിലേക്കൊക്കെ പോകാതെ ഭീകരതയ്ക്കെതിരായ ഈ മെസ്സേജ്, ഈ തിരിച്ചടി, അത് ഉൾക്കൊണ്ടുകൊണ്ട് പാകിസ്ഥാൻ എത്രമാത്രം പോകാൻ കഴിയും? ഷെല്ലാക്രമണം 10 എന്നുള്ളതായിരുന്നു വൈകുന്നേരം വന്ന കണക്ക്, ഇന്ത്യക്കാരുടെ മരണം. ഇപ്പോൾ അത് 15 ആയിരിക്കുകയാണ്. നേരത്തെ പാക് മന്ത്രിയുടെ കാര്യം കേണൽ സൂചിപ്പിച്ചു. പക്ഷേ പാകിസ്ഥാൻ്റെ ആർമി സ്പോക്സ് പേഴ്സണായിട്ടുള്ള ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷരീഫ് പറഞ്ഞത് തിരിച്ചടിക്കും എന്നാണ്. അതായത് ഇന്ത്യയുടേത് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക സന്തോഷം മാത്രമാണ് എന്ന് വെച്ചാൽ ഈ കിട്ടിയതിൽ നിന്നൊന്നും അവർ പഠിക്കാൻ പോകുന്നില്ല. ഇപ്പോഴും ഭീകര സംഘടനകളുടെ നിയന്ത്രണത്തിൽ തന്നെ മുന്നോട്ട് പോകും എന്ന ഒരു മെസ്സേജാണോ, അല്ലെങ്കിൽ എന്ന ധാരണയിൽ തന്നെയാണോ പാകിസ്ഥാൻ? ഏത് നിലയിൽ വേണം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വിലയിരുത്തേണ്ടത്? പി ജെ വിൻസെൻ്റ്. ഓപ്പറേഷൻ സിന്ദൂർ ഒരു കാവ്യാത്മകമായ മറുപടിയാണ്. ഇന്ത്യൻ സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ച ഭീകരവാദത്തിനെതിരായിട്ട് സ്ത്രീകളെ മുൻനിർത്തിയിട്ട് തന്നെയാണ് മറുപടി കൊടുത്തത്. നമ്മുടെ പത്രസമ്മേളനത്തിൽ സോഫിയ ഖുറൈശിയും ജോമിക സിംഗും പങ്കെടുത്തത് വളരെ പ്രതീകാത്മകമാണ്. സാധാരണ മനുഷ്യരെ, അതും സ്ത്രീകളുടെ അച്ഛൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് അച്ഛനെ കൊലപ്പെടുത്തുക, ഭാര്യയുടെ മുന്നിൽ വെച്ച് ഭർത്താവിനെ കൊലപ്പെടുത്തുക, ഇത് ഒരു ഹെയ്നസ് ക്രൈമാണ്. അതിനോട് ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് സംഭവിച്ചു. അതിൽ പ്രൊപ്പോർഷണേറ്റ് ആണോ എന്ന കാര്യത്തിലും നോൺ എസ്കലേറ്ററി ആണോ എന്ന കാര്യത്തിലും ഒരുപക്ഷെ കൂടുതൽ ചർച്ചകൾ ആവശ്യമായി വരും. കാരണം പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിൻ്റെ സ്വഭാവം അത് ഒരിക്കലും ഒരു കരാറുകളും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ത്യക്കെതിരായി നിരന്തരമായി യുദ്ധം ചെയ്യുന്ന, ഷാഡോ വാർ നടത്തുന്ന, പ്രോക്സി വാർ നടത്തുന്ന അവരുടെ 1000 cuts ഡോക്ട്രിനിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 1972 ഷിംല കരാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷി ചർച്ചയിലുള്ള ബയലാറ്ററൽ ടോക്സിലൂടെ പരിഹരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനുശേഷം 1980-കളിൽ 90-കളിൽ ഭീകരത കയറ്റി അയച്ച് പാക് അധീന കാശ്മീരിൽ നിന്ന് ഇന്ത്യയിലേക്ക് നിരന്തരമായി ആക്രമിക്കുക എന്നുള്ള സമീപനമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചത്. ഇന്ന് വിക്രം മിശ്രയും അതുപോലെ 2 സൈനിക ഓഫീസർമാരും നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് വീഡിയോ കാണിക്കുകയുണ്ടായി. 2001 പാർലമെൻറ്റ് ആക്രമണം, 2002 അക്ഷദാം ആക്രമണം, 2008 ബോംബെ ആക്രമണം അടക്കം ഉറിയും പുൽവാമയും കാണിച്ചതിന് ശേഷമാണ് പഹൽഗാം അറ്റാക്കിലേക്ക് വരുന്നത്. അത് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി നിരന്തരമായി പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ യുദ്ധം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പുതുമയാണ്. കാരണം പാകിസ്ഥാൻ്റെ മണ്ണിൽ യുദ്ധം എത്തിയത് 2 തവണ മാത്രമാണ്. അത് 1919 പുൽവാമയ്ക്ക് ശേഷം ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിലുള്ള ബലാക്കോട്ട് നമ്മൾ ആക്രമിച്ചു. അതിനുശേഷം 2025 പഞ്ചാബ് പ്രോവിൻസിലെ ഭഗവൻപൂർ നമ്മൾ ആക്രമിച്ചു. ഇത് ഈ 2 സന്ദർഭത്തിൽ മാത്രമാണ് പാക് മണ്ണിലേക്ക് യുദ്ധമെത്തുന്നത്. അതിനു മുമ്പ് ഉറിക്ക് ശേഷം നമ്മൾ ആക്രമിച്ചത് പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങളെയാണ്. അത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇന്ത്യയെ നിരന്തരമായി ആക്രമിക്കുമ്പോഴും ഒരു പ്രതിരോധത്തിൻ്റെ തലത്തിലാണ് ഭാരതം നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ ഇതുകൊണ്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് ആണോ എന്നുള്ള കാര്യവും തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അത് ഇതിൻ്റെ വിശദാംശങ്ങളെല്ലാം വന്നാലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ആ യുദ്ധത്തിൻ്റെ ഗതി എന്താകും എന്നുള്ളത്. ഏതായാലും ശക്തമായ ഒരു മറുപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർചലനങ്ങളുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ചിത്രം.
പക്ഷേ എന്നെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ശക്തിയിലല്ല. അത് കഠിനമാണ്. നമ്മുടെ സോൾജേഴ്സ് എന്ന് പറഞ്ഞാൽ ദ ടഫസ്റ്റ് സോൾജേഴ്സ് ഇൻ ദ വേൾഡ് ആണ്. അതേസമയം ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താ പറയുക, നമ്മൾ തകർന്നു പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 1948 കാശ്മീർ പ്രശ്നം യുണൈറ്റഡ് നേഷൻസിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈസിയായി നമുക്കവിടെ ലോകത്തെ അത് ബോധ്യപ്പെടുത്താൻ പറ്റുമെന്നാണ് നെഹ്റു വിചാരിച്ചത്. പക്ഷേ ബ്രിട്ടൻ്റെ പിന്തുണയോടുകൂടി എസ്പെഷ്യലി സാഫറുൽ ഖാൻ എന്ന പാകിസ്ഥാൻ്റെ UN പ്രതിനിധിയുടെ പ്രസംഗം, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുന്നിൽ ചിത്രം മാറി. നമുക്ക് പൂർണ്ണമായി ഇന്ത്യക്ക് അനുകൂലമായി വരും എന്ന് വിചാരിച്ച കാശ്മീർ പ്രശ്നത്തിൻ്റെ ഗതി മാറി. അതുപോലെ 1972 ഷിംല കരാർ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ യുദ്ധത്തിൽ നമ്മൾ നേടിയെടുത്ത വിജയങ്ങളെല്ലാം ഡിപ്ലോമാറ്റിക് ടേബിളിൽ പാകിസ്ഥാന് അടിയറ വെച്ചു. ആ സമയത്ത് അത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ആളാണ്. റഷ്യയിൽ പോയി പഠിക്കുകയും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കേരളത്തിൽ ആദ്യമായി അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്ന ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഡോക്ടർ EKG നമ്പ്യാർ. അദ്ദേഹം തന്നെ പറയുന്നത്, അന്ന് റഷ്യക്കാരുടെ കമൻറ്റ്, നമ്മൾ യുദ്ധഭൂമിയിൽ സിംഹങ്ങളാണ്, പക്ഷേ ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ എലികളായി മാറും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പല ഘട്ടത്തിലും 1999 കാർഗിൽ യുദ്ധത്തിലടക്കം ഒരു യുദ്ധത്തിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല. എല്ലാ യുദ്ധങ്ങളിലും ഇന്ത്യ വിജയം നേടി. പക്ഷേ ഡിപ്ലോമാറ്റിക് ടേബിളിലേക്ക് വരുമ്പോൾ നമ്മളുടെ യുദ്ധവിജയങ്ങളെ നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പഴയ അതിർത്തിയിലേക്ക് പിന്മാറുന്നതും കണ്ടു. അപൂർവമായ ചില സന്ദർഭങ്ങളിൽ മാത്രമാണ് ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ഇന്ത്യ കൈവശം വെച്ചത്. ഏതായാലും ഇത് പാക് അധീന കാശ്മീരിലെ ബോർഡർ കേന്ദ്രീകരിച്ച് നിരന്തരമായ ഷെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരും. ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള കാഷ്വാലിറ്റി ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വളരെ കൃത്യമായി ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യ പാകിസ്ഥാനെ അല്ല ആക്രമിച്ചത് എന്നുള്ളതാണ്. കാരണം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അത് ഭീകരതയ്ക്കെതിരായ ആഗോള യുദ്ധത്തിൻ്റെ ഭാഗമാണ്. അതേസമയം ഇനി പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെയോ പാകിസ്ഥാനിലെ സിവിലിയൻസിനെയോ ഇന്ത്യൻ സൈന്യം ലക്ഷ്യം വെച്ചില്ല. അത് പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു, കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആക്രമണമായിരുന്നു, വളരെ കൃത്യവുമായിരുന്നു. പ്രൊപ്പോർഷണേറ്റ് ആണോ അല്ലയോ എന്നുള്ളത് അതിനെ കണക്കെടുപ്പ് നടത്തിയാലേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ പാകിസ്ഥാൻ ഇനി ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യൻ സിവിലിയൻസിനെ ലക്ഷ്യം വെക്കണം, ഇന്ത്യയുടെ സൈനിക പോസ്റ്റുകളെ ആക്രമിക്കണം, ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ സിവിലിയൻസിനെയും അത് ടാർഗറ്റ് ചെയ്തത് കൊണ്ട് അത് നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശക്തമായ സൈനിക നടപടിക്ക് ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അത് ഇന്ത്യ ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. കാരണം പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ഭീകര കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ പകരം ഇന്ത്യയിലെ സിവിലിയൻസിനെയും ഇന്ത്യയുടെ പട്ടാളക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം യുദ്ധമുഖം തുറന്നിരിക്കുന്നു. ഇനി ഒന്നും നോക്കാനില്ല. ഇന്ത്യ അതിൻ്റെ സർവ്വശക്തിയോടുകൂടി ഇതിന് മറുപടി കൊടുക്കണം എന്നുള്ളതാണ്. അത് മറുപടി കൊടുക്കുമ്പോൾ ഈ വാർ ഫ്രണ്ടിൽ ഇന്ത്യൻ സൈന്യം നേടുന്ന നേട്ടങ്ങളെ ഡിപ്ലോമാറ്റിക് ടേബിളിൽ നിലനിർത്താനുള്ള ശക്തിയും ഔചിത്യവും കൂടി നമ്മളുടെ ഡിപ്ലോമാറ്റ്സും രാഷ്ട്രീയ നേതൃത്വവും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദീർഘകാലമായി ഇന്ത്യ ബ്ലീഡ് ചെയ്യുകയാണ്. അതിന് ചെറിയ പരിഹാരമെങ്കിലും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ഈ അക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ടെററിസത്തിൻ്റെ ലോഞ്ച് പാടുകളും ഇൻഡോക്ട്രിനേഷൻ സെൻറ്റേഴ്സും അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. ഇൻഡോക്ട്രിനേഷൻ സെൻറ്റേഴ്സ് 25 മിനിറ്റ് 25 മിനിറ്റ് 24 മിസൈൽ സ്ട്രൈക്കുകൾ, 9 ഭീകര കേന്ദ്രങ്ങൾ ഇത് തകർത്തെറിഞ്ഞു. അത് വളരെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിർത്തി കടന്ന് ഭീകരതയെ കയറ്റി അയക്കുന്ന കേന്ദ്രങ്ങളെ തച്ചുടയ്ക്കാൻ സാധിച്ചു എന്നത് മാത്രമല്ല, അതിന് നേതൃത്വം നൽകുന്ന ഇതിൻ്റെ ഈ ഫിസിക്കൽ വാർഫെയറിന് പിന്നിൽ ഒരു ഐഡിയോളജിക്കൽ വാർഫെയർ ഉണ്ട്, ഒരു പ്രത്യയശാസ്ത്ര യുദ്ധമുണ്ട്. അതാണ് ഇൻഡോക്ട്രിനേഷൻ. ആളുകളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് കടത്തിവിടാൻ സാധിക്കില്ല. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും അജ്മൽ കസബിനുമൊക്കെ പരിശീലനം കൊടുക്കുകയും ബ്രെയിൻ വാഷ് ചെയ്യുകയും ചെയ്ത കേന്ദ്രമാണ് മർക്കസ് തൈബ. ഹാഫിസ് മുഹമ്മദ് സയ്യിദ് നേരിട്ട് നിയന്ത്രിക്കുന്ന പ്രദേശം. അത് നമ്മൾ പൂർണ്ണമായിട്ട് തകർത്തു. അതുപോലെ
ഭഗവൻപൂരിലെ കേന്ദ്രം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവിടെയാണല്ലോ ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ കേന്ദ്രം. ജെയ്ഷെ ഇ മുഹമ്മദിൻ്റെ മൗലാന അഷ്റർ അതാണ് നേരത്തെ അതാണ് ശ്രീ വിൻസെൻ്റ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കശ്മീരുമായി അതിർത്തി പങ്കിടുന്ന LOCയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലാണ് ഈ പറഞ്ഞ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുള്ള 21 ക്യാമ്പുകളിൽ, ഭീകര ക്യാമ്പുകളിൽ ഏറെയും. പക്ഷേ അതും കടന്ന് ഇപ്പുറത്ത് പഞ്ചാബുമായി അതിർത്തി പങ്കിടുന്ന ലാഹോറിനോട് ചേർന്നുള്ള മുർദിക്കെ, അതുപോലെ ഭവൽപൂർ, നേരത്തെ ശ്രീ ഉണ്ണിത്താനും ഒക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞ ആ ഭാഗത്തേക്ക്, അതായത് പാക് മണ്ണിലേക്കും ഭീകരതയുടെ ആഴങ്ങളുള്ള അല്ലെങ്കിൽ വേരൂന്നി നിൽക്കുന്ന ഭീകരതയ്ക്കെതിരായ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ധീരമായ നീക്കം അത് പാക് അധീന കാശ്മീരിനുമപ്പുറം പാകിസ്ഥാനിലേക്കും പഞ്ചാബ് പ്രവിശ്യയിലേക്കും ഈ പറഞ്ഞ ഭാഗത്തേക്കുമൊക്കെ നീണ്ടു കിടക്കും. നമ്മൾ ആ ഒരു ബോർഡർ ലൈൻ ആകെ പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാകും. അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് താങ്കൾ ഈ പറഞ്ഞ വിധത്തിൽ നോക്കിയാൽ. അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പം ഇന്ത്യ 1999 കാർഗിൽ യുദ്ധകാലത്ത് ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്യാതിരിക്കാൻ സവിശേഷമായി ശ്രദ്ധിച്ചിരുന്നു. ഒരുപക്ഷെ ടൈഗർ ഹില്ല് കീഴടക്കിയ സമയത്ത് ഏറ്റവും അധികം കാഷ്വാലിറ്റി ഉണ്ടാവാനുള്ള കാരണം നമുക്ക് ഈ ലൈൻ ഓഫ് കൺട്രോൾ ക്രോസ് ചെയ്ത് യുദ്ധം ചെയ്യാനുള്ള രാഷ്ട്രീയമായ അനുമതി കിട്ടാത്തതുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യൻ സൈന്യം അത് സാധിച്ചു. ഇസ്രായേലിൻ്റെ സഹായത്തോടു കൂടി GPS ഘടിപ്പിച്ച് ഒളിഞ്ഞിരുന്ന പട്ടാളക്കാരുടെ സ്ഥാനങ്ങൾ നിർണ്ണയിച്ച് കൃത്യമായി ആക്രമിച്ചുകൊണ്ട് ടൈഗർ ഹിൽസ് പിടിച്ചെടുക്കാൻ സാധിച്ചു. അതേസമയം 2016 സ്ഥിതി മാറി. ഉറി ആക്രമണത്തിന് ശേഷമാണ് നമ്മൾ ലൈൻ ഓഫ് കൺട്രോൾ ഭേദിച്ച് പാക് അധീന കാശ്മീരിലെ ടെററിസ്റ്റ് സെൻറ്റേഴ്സ് ആക്രമിച്ചത്. 2019 പക്ഷേ പാക് അധീന കാശ്മീരും കടന്ന് ഖൈബർ പഷ്തൂൺഖ പ്രോവിൻസിൽ പോയി ബലാക്കോട്ട് തകർത്തു. ഇപ്പോൾ പഞ്ചാബ്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഹൃദയം പഞ്ചാബാണ്. ഈ പഞ്ചാബിലെ മിലിറ്ററി എലൈറ്റും ഇക്കണോമിക് എലൈറ്റുമാണ് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത്. ആ പഞ്ചാബിൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. അതും വളരെ കൃത്യമായ ആക്രമണം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പാക് അധീന കാശ്മീരിലുള്ള LOCO അതിനപ്പുറത്ത് പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള നമ്മുടെ ഇൻ്റർനാഷണൽ ബോർഡർ ഒന്നും ഇന്ത്യക്ക് തടസ്സമല്ല. ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള സിവിലൈസ്ഡ് വാർ എന്ന സങ്കല്പത്തോട് ഒരു തരത്തിലും പോസിറ്റീവായി പ്രതികരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ത്യയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഇന്ത്യയിലെ സാധാരണക്കാരായ പൗരന്മാരെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ ലൈൻ ഓഫ് കൺട്രോളും ഇൻ്റർനാഷണൽ ബോർഡറും ഭേദിച്ച് ഇന്ത്യ പ്രതികരിക്കും എന്ന് കൃത്യമായൊരു സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം ഇതിനെതിരെയുള്ള പാകിസ്ഥാൻ്റെ മറുപടി അതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് പരിമിത യുദ്ധത്തിനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു എന്നാണ്. അതിശക്തമായി അതിന് മറുപടി കൊടുക്കാതെ ഇന്ത്യക്ക് പോകാൻ സാധിക്കില്ല. പിന്നെ ഒരു കാര്യവും കൂടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ പഹൽഗാം അക്രമത്തിൽ വന്നിട്ടുള്ള ഭീകരവാദികൾ വന്ന് അക്രമം നടത്തി പൊട്ടിത്തെറിച്ച് സ്വർഗത്തിൽ പോയി ഹൂറുകളെ കിട്ടുമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ജിഹാദികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഒരു ഇൻഫിൽട്രേഷൻ എന്നതോടൊപ്പം എക്സ്ഫിൽട്രേഷൻ ുള്ള അജണ്ട കൂടി അവർക്കുണ്ടായിരുന്നു. ഇവിടെ വന്ന് അക്രമം നടത്തി തിരിച്ചു പോവുക എന്ന അജണ്ട കൂടി ഉണ്ടായിരുന്നു. അത് സൂചിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ അവർക്ക് മെയിൻ പവർ ഷോർട്ടേജ് ഉണ്ട്, അതല്ലെങ്കിൽ അവരുടെ ഭീകരതയുടെ സ്ട്രാറ്റജിയിൽ അവർ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യൻ കേന്ദ്രങ്ങളെയും ആക്രമിച്ച് സുരക്ഷിതമായി തിരിച്ച് പാകിസ്ഥാനിലേക്ക് മടങ്ങിപ്പോകാം എന്നവർ ആഗ്രഹിക്കുന്നു. ആ രീതിയിലുള്ള പ്ലാൻ അവർ തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ്. അവിടെയാണ് ഏതറ്റം വരെ പോയും എവിടെ ഒളിച്ചിരുന്നാലും അവിടെ പോയി അറ്റാക്ക് ചെയ്യും എന്നുള്ള ഇന്ത്യയുടെ ഒരു പോളിസി പ്രസക്തമാകുന്നത് എന്നുകൂടി ഞാൻ കരുതുകയാണ്. ശരി.